സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്ന പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ പലരും വന്ന് ബാത്റൂമിൽ പോട്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കയറിയാൽ ഇത് മൊത്തം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ഭയങ്കര വാടകയായിരിക്കും. നമ്മുടെ ഇവിടെ ജീവനക്കാർ പലരും ലീവ് എടുത്തുകൊണ്ട് പോരുക. ഇന്ന് തന്നെ ഒരാൾക്ക് ഇച്ചിരി ഛർദിൽ വന്നു. അപ്പോൾ തന്നെ ആ പുള്ളി ലീവ് എടുത്തുകൊണ്ട് പോയി. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഛർദിൻ്റെ ഒരു ടെൻഡൻസി വന്നു. അപ്പം ഇവിടെ ഛർദ്ദിക്കാനായിട്ട് വെള്ളമോ അല്ലെങ്കിൽ കഴുകാനായിട്ടൊന്നും ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളി ലീവ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ജലവിതരണം നിലച്ചു. കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കുവാൻ തയ്യാറെടുത്ത പുനലൂർ കുടുംബക്കോടതിയിലെ ജീവനക്കാർ. പുനലൂർ ചെമ്മന്തൂരിൽ പ്രവർത്തിക്കുന്ന കുടുംബക്കോടതി കെട്ടിടത്തിൽ ജലവിതരണം നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. സംഭവം നിരവധി തവണ നഗരസഭയിലും വാട്ടർ അതോറിറ്റിയിലും പൊതുമരാമത്ത് വകുപ്പിലും അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല. വിവിധ കേസുകളുടെ ആവശ്യത്തിന് വരുന്നവരും കോടതിയിലെ ജീവനക്കാരുമടക്കം 400ഓളം ആളുകളാണ് ദിവസേന ഇവിടെ വന്നു പോകുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ ജലമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരും ദൂരസ്ഥലങ്ങളിൽ നിന്നുമാണ് കോടതിയിലേക്ക് ജോലിക്കായി എത്തുന്നത്. ഇവർ കൊണ്ടുവരുന്ന വെള്ളമാകട്ടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീരുകയും ചെയ്യും. പുനലൂരിലെ പകൽ സമയത്തെ കനത്ത ചൂടിൽ കുടിവെള്ളം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ നിരവധി ജീവനക്കാർ. ഇതിനു പുറമെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭിക്കുന്നില്ലെന്ന് വനിതാ ജീവനക്കാർ പരാതിയും പറയുന്നുണ്ട്. പുനലൂർ ഫാമിലി കോടതി ജീവനക്കാരാണ് ഞങ്ങൾ. 5-6 ദിവസം കൂടുമ്പോഴാണ് ഇവിടെ വെള്ളം വരുന്നത്. ഇപ്പോഴും ഒരു 4-5 ദിവസമായി വെള്ളമില്ല. കൂടുതലും ലേഡീസ് സ്റ്റാഫാണുള്ളത്. ബാത്റൂമിന്റെ സ്മെല്ല് കാരണം ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ കൈ കഴുകുന്നതിന് കൈ കഴുകുന്നതിന് വീട്ടിൽ നിന്നും കുപ്പി വെള്ളം കൊണ്ടുവരിക ചെയ്യുന്നത്. അതുപോലും ഇപ്പം തീർന്നു പോയി. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഒരു ദൂരെ നിന്ന് വരുന്ന ഈ ജീവനക്കാരെ ഇവിടെ ഉള്ളത്, ഇവിടെ അടുത്തുനിന്നല്ല. അപ്പം നമ്മൾ ദൂരെ നിന്ന് വരുന്ന ജീവനക്കാരെല്ലാം ബസ്സിൽ വരുന്നവർ വെള്ളം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാൽ ഇവിടെ കൈ കഴിയുകയും ബാത്റൂമിൽ ഇപ്പോൾ ഒരു നിവർത്തിയില്ല. ലേഡീസ് സ്റ്റാഫ് രാവിലെ വന്നാൽ വൈകിട്ട് 5 മണി വരെയും ഇവിടെ ബാത്റൂമിൽ പോകാതെ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് പലരോടും പറഞ്ഞു നോക്കിയിട്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഒരു ദിവസം വെള്ളം വന്നാൽ പിന്നെ ഒരാഴ്ചത്തേന് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആഴ്ചകളോളം വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഈ കോടതി തുടങ്ങിയ കാലത്ത് മുതൽ ഇവിടെ ഈ പ്രശ്നം തുടരുന്നതാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കുഴൽക്കിണർ നിർമ്മിച്ചാണ് ആവശ്യാനുസരണം കോടതി സമുച്ചയത്തിലേക്ക് ജലവിതരണം സാധ്യമാക്കിയിരുന്നത്. എന്നാൽ വേനൽ ശക്തമായതോടെ കുഴൽക്കിണറും വറ്റിയ അവസ്ഥയിലാണ്. സംഭവം നിരവധി തവണ നഗരസഭയെയും പൊതുമരാമത്ത് വകുപ്പിനെയും അറിയിച്ചെങ്കിലും സമാന്തര സംവിധാനങ്ങൾ ഒരുക്കുവാൻ ഇവരാരും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ജലം ലഭിക്കാതെ ജീവനക്കാരടക്കം ബുദ്ധിമുട്ടിലാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭിക്കാതായതോടെ ജീവനക്കാരിൽ ഭൂരിപക്ഷവും അവധിയിൽ പോകുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വെള്ളം ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് വെള്ളം വരുന്നില്ല. ഇവിടെ PW വിളിച്ചപ്പോഴും പറയുന്നത് ഇവിടെ കുഴൽക്കിണറിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇവിടെ കിട്ടാത്തത്. വാട്ടർ അതോറിറ്റിയിലും വിളിച്ചു വെച്ചും പറഞ്ഞു ഇവിടെ ഇപ്പം അവർക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ PW അടുത്ത് പറഞ്ഞു അത്യാവശ്യം ഇവിടെ ഫാമിലി കോടതിയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ കക്ഷികൾ വരുന്നതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്ന പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ പലരും വന്ന് ബാത്റൂമിൽ പോട്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കയറിയാൽ ഇത് മൊത്തം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ഭയങ്കര വാടകയായിരിക്കും. നമ്മുടെ ഇവിടെ ജീവനക്കാർ പലരും ലീവ് എടുത്തുകൊണ്ട് പോരുക. ഇന്ന് തന്നെ ഒരാൾക്ക് ഇച്ചിരി ഛർദിൽ വന്നു. അപ്പോൾ തന്നെ ആ പുള്ളി ലീവ് എടുത്തുകൊണ്ട് പോയി. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഛർദിൻ്റെ ഒരു ടെൻഡൻസി വന്നു. അപ്പം ഇവിടെ ഛർദ്ദിക്കാനായിട്ട് വെള്ളമോ അല്ലെങ്കിൽ കഴുകാനായിട്ടൊന്നും ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളി ലീവ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഓഫീസറിനടുത്ത് പറഞ്ഞപ്പോൾ ഓഫീസർ PWയിലും നമ്മുടെ നഗരസഭയിലും വിളിച്ചിട്ടും വലിയ അനക്കമൊന്നും ഇല്ല ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഇച്ചിരി വരും. പക്ഷേ ഈ ഫാമിലി കോടതിയിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ടാങ്കിലാണ് വരുന്നത്. ഏറ്റവും ആദ്യം തീരുന്നതും ഇവിടുത്തെ ടാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആയിട്ടാണെന്ന PW പറയുന്നു. എനിക്കതിനെക്കുറിച്ച് അധികമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും നമുക്ക് വെള്ളം കിട്ടിയിട്ട് തന്നെ 4 ദിവസം കഴിഞ്ഞു. ഇപ്പം അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ്
ഇതുപോലെ 4 ദിവസം കണ്ടിന്യൂസ് 4 ദിവസം വെള്ളമില്ലാതെ വന്നു. പിന്നെ 2 ദിവസം ഉണ്ട്. പിന്നെ അങ്ങനെ ചിലപ്പം മിക്കവാറും ഒരാഴ്ച വരെ വെള്ളമില്ലാതിരിക്കും. നമ്മൾ എവിടുന്നെങ്കിലും കോരി പിന്നെ നിവൃത്തികേട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ KFBയുടെ ഓഫീസിൽ നിന്ന് ഈ ബോട്ടിലിനകത്ത് കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് കൈ കഴുകുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പം നടക്കുന്നത്. ജീവനക്കാരെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ലീവ് എടുത്ത് പോകുമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നാമത് ആള് കുറവാണ്, സ്റ്റാഫ് കുറവാണ്, പക്ഷെ ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ അവർ ഈ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ലീവ് എടുത്തിട്ട് പോകുകയാണെങ്കിൽ ഈ കോടതിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ താറുമാറി പോവുകയും ചെയ്യും. പിന്നെ വരുന്ന കക്ഷികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഫാമിലി കോടതിയിൽ നിന്ന് പലപ്പോഴും പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ പോയാണ് ഞങ്ങൾ ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്യുന്നത്. പിന്നെ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്, പല ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇത് ഒരുപാട് നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ഒരുപാട് പേരോട് പറഞ്ഞു നോക്കിയിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടിയിട്ടില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.